ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് മുറിനവാട് റിസോർട്ടിലാണ്. എല്ലാവരും വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഗൈസ്. കണ്ടില്ല ഗൈസ്, ഇവിടെ നല്ല ഐസ്ക്രീമും ചായയും നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാതും ഒരു സ്ഥലമാണ്. ബോട്ട് സവാരി അടക്കം ഉണ്ട് ഗൈസ്. നല്ല എക്സ്പീരിയൻസ് ഇല്ല ബോട്ട് സവാരി. പിന്നെ ഇവിടെ നമുക്ക് സ്കൂട്ടിൻ്റെ ട്രെയിനിങ് ഒക്കെ എടുക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ഗൈസ്. വീണ ജാക്കറ്റ് കട ഒരു ഉണ്ടാവും, ഇതാണ് ഗൈസ് ഇവിടുത്തെ എക്സ്പീരിയൻസ്. എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. ഞങ്ങൾ വെട്ടുപാറ എന്ന സ്ഥലത്ത് ബൈക്കൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ തോണിക്ക് കയറുകയാണ്. ഞാൻ ഓരോട് ചോദിച്ചിരുന്നു ജാക്കറ്റൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ ഓല് പറഞ്ഞു അവിടെ എത്താനായിരുന്നു, അതുകൊണ്ട് ജാക്കറ്റ് ഉണ്ടാവില്ലാന്ന്. ഇതിന്റെ പേടി കണ്ടിട്ട് അന്തൊക്കെ ചിരിക്കാണ്. പക്ഷെ നമ്മൾക്ക് അപ്പം അവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ എന്നോല് പറഞ്ഞ്. കണ്ടില്ല ഗൈസ്, ഒരു ചെറുക്കാണ്. ഞാൻ എൻ്റെ അപ്പച്ചിനെ പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ അപ്പച്ചിക്ക് നീന്താൻ അറിയും, പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല. അപ്പം എങ്ങാനും ഞാൻ വീണ എൻ്റെ അപ്പച്ചിൻ്റെ ഇപ്പോൾ നീന്തി പോവാന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ അപ്പച്ചിനെ പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പച്ചി ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിതങ്ങനെ പുറപ്പെട്ടോണ്ട് നിൽക്കുകയാണ്. അന്ത് വെള്ളത്തിക്കൊക്കെ ചാടാൻ നോക്കുകയാണ് ഗൈസ്. ഓൻ എന്താണെന്നൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ ഓന് പേടിക്കോട്ടെ ഗൈസ്. ഇപ്പം ഞങ്ങളിപ്പോൾ എത്തും. ഇപ്പോൾ ബോട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് പേടി ഉണ്ടായിരുന്നു, ഇപ്പം പേടിയൊക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ ബോട്ട് ഇതാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ പുല്ലിൻ്റെ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. അതിൽ സ്വന്തമൊക്കെ പുല്ലിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് കളിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ഐസ്ക്രീമൊക്കെ നോക്കിയിട്ടുണ്ടായി. ഇവിടെ പെൻഡി ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. ഞാൻ കൂട്ടം വരാൻ നോക്കി, പക്ഷെ എനിക്ക് കഴിയുന്നില്ല ഗൈസ്. എത്ര കൂട്ടം പറഞ്ഞാൽ ഞാൻ വിൽക്കുകയാണ് ഗൈസ്. എന്താ അറിയില്ല, നല്ല കൂട്ടം പറഞ്ഞ് ഇതിൽ കുറച്ചതായി. പക്ഷെ മൂന്നാമത്തെ ഞാൻ പിന്നെയും സ്ലിപ്പായി വീണിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇവിടുന്ന് ചെയ്യാം, അപ്പം വേറൊരു കുട്ടി ചെയ്യാണ്. അപ്പം ഞാനും പിന്നെയും ട്രെയിനിങ് ചെയ്ത് നോക്കാണ്. അതിൽ എനിക്ക് രണ്ടാമത്തെ ഞാൻ ഫ്ലോപ്പായി. അന്ത് ചെറിക്കാനൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ അവിടെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലമൊക്കെ നോക്കി നിൽക്കുകയാണ്. പറഞ്ഞോ. അപ്പം ഞാൻ ഇതിപ്പോൾ തോണിയിലാണ് വന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തോണിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തോണി കയറുന്നത്. അവിടുന്ന് എടവണ്ണപ്പാറന്ന് അവിടുന്ന് ഇവിടേക്ക് എത്തി ഞങ്ങൾ തോണിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഗൈസ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗൈസ്. വിഗുല എന്നൊക്കെ. എന്നാൽ ഇപ്പം എൻ്റെ പേടി ഫുൾ മാറി ഗൈസ്. ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ പോവുകയാണ്. മൈരി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ട് മൈരി ബാങ്ക് കൊടുത്ത നിൽക്കുന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഓടിപ്പോകാൻ ഐസ്ക്രീമൊക്കെ വാങ്ങി പോവുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോണത്. എൻ്റെ കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഞാൻ സ്ട്രോബെറി ഫ്ലേവർ ആട്ടോ എനിക്ക് ഇഷ്ടം. എൻ്റെ അമ്മച്ചിൻ്റെ വാനിലയാണ്, എൻ്റെ അപ്പച്ചിൻ്റെ മാംഗോ ആണ്, എൻ്റെ അപ്പച്ചിൻ്റെ അന്ത് തിന്നതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗിക്കേട്. ഇത് നമുക്ക് ഇഷ്ടമല്ല ഗൈസ്, ചാണകം. ഇപ്പം ഞങ്ങൾ ടാറ്റൊക്കെ പറഞ്ഞ് പോവാണ്. അവിടെ ബോട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി പോവാണ് ഗൈസ്. പക്ഷേ ഗൈസ് അവർ പോയി. അപ്പോൾ ഇനി ഓല് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകാൻ വരും. അതുവരെ നമ്മൾ കാത്തു നിൽക്കുകയാണ്. നല്ല അപ്പോൾ അത് അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് വെട്ടിപ്പാറയാണ്, നമ്മളെ വെട്ടിയാടേണ്ടത്. ഓ കാക്കച്ചല്ല, അത് ആവൽ ആവൽ. അപ്പം നമ്മൾ കയറാൻ പോണ വണ്ടി അതാണ്. അപ്പോൾ ആ വണ്ടി വരുന്നുണ്ട്. പക്ഷെ കുറച്ച് ഇരുട്ടായി പോയി. ബ്യൂട്ടിഫുൾ കട കാവലൊക്കെ പക്ഷെ
അങ്ങനെ ഞങ്ങൾ തോണിയിലൊക്കെ കയറി പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. പക്ഷേ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്, കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അടുത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. എന്നാലും ഒക്കെ ആക്കി നമ്മളാക്കി തന്നിട്ടോ ഗൈസ്. ഗൈസ് ഇപ്പം നമ്മളവിടെ എത്തും. ഒക്കെ വണ്ടി കെട്ടി പോണ് ഗൈസ്. കണ്ടില്ല ഗൈസ്, നല്ല ആയാണ്. ഞാൻ ബോട്ട് മറിയാൻ ഞങ്ങൾ എത്താനായിട്ടുണ്ട്. നമ്മൾ എത്തിക്കഴിഞ്ഞ് നമ്മളിതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പോയിക്കൊണ്ടുള്ള ഒരു കാര്യം റേഞ്ച് റോവറാണ് ഗൈസ്. പിന്നെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ വലുതായിട്ട് ഇങ്ങനത്തെ വണ്ടി വാങ്ങും ഇൻഷാ അല്ലാഹ്. നാട്ടിൽ വണ്ടി വന്നിട്ട് അങ്ങനെ ഞങ്ങൾ